ഹായ് ഫ്രണ്ട്സ്, SBS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മിറർ വെച്ചിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ്. അപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള മിറർ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് പല വലുപ്പത്തിലുമുള്ള മിറേഴ്സ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മിറേഴ്സ് വാങ്ങാം. പിന്നെ ഞാൻ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഫ്രെയിമും വാങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് ആണ് വാങ്ങിയിരിക്കുന്നത്. പല കളറിലും ഫ്രെയിംസും കിട്ടും. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട കോട്ടൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മിറർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂവും എടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ ആണിത്. ഇതിന് 15 രൂപയാണ് വില. ആദ്യം ഞാൻ ഈ ടോപ്പിന് വേണ്ടിയിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആദ്യം ഞാൻ ലൈനിങ് ആണ് ഇപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ലൈനിങ് ആദ്യം 4 മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം എനിക്ക് ആവശ്യമായ അളവുകൾ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തു. അത് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്കിന്റെ വീതി ഞാൻ 2.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കഴുത്തിന്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് കഴുത്ത് തന്നെയാണ്. അത് സെയിം വീതിയും നീളവും തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നെക്ക് ഞാൻ ലൈനിങ്ങിൽ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ ഞാൻ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ലൈനിങ് വെച്ചിട്ട് നല്ല തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല തുണിയും ഇതുപോലെ 4 ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കുക. ഇനി ഇത് താഴത്തെ ഭാഗം ലൈനിങ്ങിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിറർ വർക്ക് ചെയ്യുന്നതിന് മുൻപേ നമ്മൾക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ്ങിന്റെ നല്ല വശവും കൂടി വെച്ചിട്ട് മാർക്കിങ്ങിലൂടെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ സൈഡ് 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് അവിടെ എവിടെയായിട്ട് കൊടുക്കുക. അപ്പോൾ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിങ് കൊടുക്കുന്നത്. ഇനി ഇത് മറിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഏറ്റവും സൈഡിലായിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിറർ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാനിപ്പോൾ മിറർ വർക്ക് കാണിക്കുന്നത്. ആദ്യം ഞാനിവിടെ ഒരു മിറർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തു. ഇനി നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രെയിം വെച്ച് കൊടുക്കാം. ഫ്രെയിമിന് നല്ല വശവും ചീത്ത വശവും ഉണ്ട്. അപ്പോൾ ചീത്ത വശത്തായിട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കുക. എനിക്ക് സൂം ചെയ്തിട്ട് കാണിക്കാനായിട്ട് വിട്ടുപോയി രണ്ട് വശങ്ങളും. ഇനി ഇത് മിററിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് മുഴുവനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ മിറർ വർക്ക് നമുക്ക് ബ്ലൗസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഏറ്റവും ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണിത്. ഇനി ഞാൻ കുറച്ച് ചെറിയ മിറേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ലൈനായിട്ട് വെച്ച് കൊടുക്കാനാണ്. ഇതിന് ഞാൻ ഫ്രെയിം വെച്ച് കൊടുക്കുന്നില്ല. ഇനി ഇത് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഞാൻ ഇതുപോലെ മിറർ വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.